ഞാനിപ്പോൾ ഇരിക്കുന്നത് അട്ടപ്പാടിയിലെ മനോഹരമായൊരു ഫാം ഹൗസിലാണ്. ഒരു മനോഹരമായ യാത്രാ പ്ലാൻ പറഞ്ഞു തരാം. നമ്മളെല്ലാവരും നിരന്തരം ഊട്ടിയും കൊടൈക്കനാലും മൈസൂരൊക്കെ പോയി മടുത്തവരായിരിക്കാം. എന്നാൽ നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് താമസിക്കാൻ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് അട്ടപ്പാടി. അട്ടപ്പാടിയിലേക്ക് ഞാൻ എത്തിയ റൂട്ടും അതിലേറെ മനോഹരമാണ്. അട്ടപ്പാടിയിലേക്ക് നമുക്ക് നേരെ മണ്ണാർക്കാട് വഴി എത്തിച്ചേരാൻ പറ്റും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് മലനിരകളും കാടും കാട്ടുമൃഗങ്ങളെയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വ്യത്യസ്തമായൊരു റൂട്ട് പറഞ്ഞുതരാം. കുറച്ച് കിലോമീറ്റർ അധികമാണെങ്കിലും ഈ യാത്ര നിങ്ങൾക്ക് ഏറെ മനോഹരമായിരിക്കും. ഞങ്ങൾ നേരെ കോഴിക്കോട് നിന്ന് വണ്ടിയെടുത്ത് നിലമ്പൂർ ഫോറസ്റ്റ് വഴി നേരെ ഗൂഡല്ലൂരെത്തി. ഗൂഡല്ലൂരിൽ നിന്ന് മുതുമല, ബന്ദിപ്പൂർ വഴി നേരെ ഗുണ്ടൽപേട്ടിൽ നിന്ന് നേരെ സത്യമംഗലം കാട് വഴി നേരെ മേട്ടുപ്പാളയത്ത് നിന്നും നേരെ അട്ടപ്പാടി എത്തി. ഇതുവഴി വരുമ്പോൾ നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചകൾ കണ്ട് അട്ടപ്പാടി എത്തിച്ചേരാൻ പറ്റും. കൊടും വളവുകൾ എന്ന പോലെ തന്നെ തിങ്ങി നിറഞ്ഞ കാടാണ് സത്യമംഗലം. ധാരാളം ചന്ദനമരങ്ങളും അതുപോലെ അനേകം മറ്റു മരങ്ങളും ഈ ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. സത്യമംഗലം ഫോറസ്റ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ ഡാമുകൾ കാണാനുണ്ട്, റിസർവോയർ കാണാനുണ്ട്. അങ്ങനെ നേരെ സത്യമംഗലത്ത് നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ മേട്ടുപ്പാളയമാണ്. മേട്ടുപ്പാളയവും അങ്ങാടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. മേട്ടുപ്പാളയത്ത് നിന്ന് നേരെ അട്ടപ്പാടിയിലേക്കുള്ള യാത്ര നമുക്കറിയാം. പശ്ചിമഘട്ടം ഇങ്ങനെ കണ്ടുകൊണ്ട് അതിൻ്റെ താഴ്വാരത്തോടു കൂടി നമുക്ക് നേരെ അട്ടപ്പാടി പിടിക്കാൻ പറ്റും. ആ യാത്രയിൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ, നല്ല നല്ല വ്യൂ പോയിൻ്റുകളൊക്കെ കാണാനുണ്ട്. അങ്ങനെ നേരെ നമ്മൾ രാത്രി ഒരു 7 മണിയാകുമ്പോൾ അട്ടപ്പാടി എത്തി. അട്ടപ്പാടി ഒരു ഫാം ഹൗസിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. അട്ടപ്പാടി ഇപ്പോൾ ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. ഒരുപാട് ഫാം ഹൗസുകൾ, അതുപോലെ തന്നെ റിസോർട്ടുകൾ, ചെറിയ ബഡ്ജറ്റിലുള്ള റൂമുകളൊക്കെ തന്നെ അട്ടപ്പാടിയിൽ അവൈലബിൾ ആണ്. അട്ടപ്പാടിയിൽ നമുക്ക് സമാധാനപരമായി താമസിക്കാൻ പറ്റിയ ഒരു മനോഹരമായ സ്ഥലമാണ്. പിന്നെ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇവിടെ അയ്യപ്പനും കോശിയുടെയും ഷൂട്ടിംഗ് പോയിൻ്റ് ആ ഒരു സ്ഥലം കാണാനുണ്ട്. പക്ഷേ അട്ടപ്പാടി നമ്മൾ കണ്ണു തുറന്ന് നോക്കുന്നതൊക്കെ പ്രകൃതിയാണ്. നമുക്ക് മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. അട്ടപ്പാടിയിൽ നമുക്ക് കാണാനുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി നമുക്കറിയാം, പേര് പോലെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള തിങ്ങി നിറഞ്ഞ കാടാണ്. ആ കാട്ടിലൂടെ ഇപ്പോൾ സർക്കാരിൻ്റെ ജീപ്പ് സർവീസ് ഉണ്ട്. ഇപ്പോൾ അല്ല, കുറേ മുന്നേ ഉള്ള തന്നെയുള്ള പരിപാടിയാണ്. അപ്പോൾ അവരുടെ ജീപ്പിൽ തിങ്ങി നിറഞ്ഞ കാട്ടിലൂടെ കാടിൻ്റെ ഭംഗിയും കാടിൻ്റെ സൗണ്ടും ആസ്വദിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഓഫ് റോഡ് ട്രിപ്പാണ് സൈലൻറ്റ് വാലിയിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് നേരെ നമ്മൾ മണ്ണാർക്കാടേക്ക് ഇറങ്ങി നേരെ കോഴിക്കോട് പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒരു വ്യത്യസ്തമായൊരു ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റോഡ് ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിയിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ.